ഹായ്, എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്കൊരു വെറൈറ്റി തന്നെ ഒന്ന് പിടിച്ചാലോ. ഇടിച്ചക്ക വെച്ചുകൊണ്ട് നമുക്കൊരു ഇടിച്ചില്ലി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് തീരെ ചെറിയ ഇടിച്ചക്ക കേട്ടോ, ഒരു 1/2 കിലോ താഴെ ഉള്ളൂ. ഇത് ഞാനൊരു 12 ദിർഹംസ് കൊടുത്ത് ഒരു 278 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ച ചക്ക കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന്. നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിനും യാതൊരു വില കാണില്ല. ചക്കയ്ക്കായാലും ചക്കക്കുരുവിനായാലും വാഴയിലേക്കായാലും വേപ്പിലേക്കായാലും ഒന്നിനും നമ്മൾ യാതൊരു വില കാണില്ല. എന്നാൽ നമ്മൾ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല വില കൊടുത്ത് തന്നെ നമ്മൾ വാങ്ങുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതൊന്ന് ഞാൻ പറഞ്ഞത്. എല്ലാ പ്രവാസികൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണല്ലോ നമ്മുടെ ചക്കയും മാങ്ങയും ഒക്കെ. നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. ചക്കയുടെ തൊണ്ട് മാത്രം ചിത്തി കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ബാക്കി എല്ലാം എടുത്ത് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാനത് മിക്സിയിലിട്ട് അടിച്ചതാട്ടോ. അപ്പോൾ ഈ പേസ്റ്റ് രൂപത്തിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അത് നൈസായിട്ടുള്ള ഏത് പൊടിയും നമുക്കിതിലെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇല്ലെങ്കിൽ അതിന് പകരം മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/4 കപ്പോടത്തോളം വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വെള്ളത്തിൽ 1 ഡ്രോപ്പ് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. റെഡ് കളർ ഫുഡ് കളർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കളയണമെങ്കിൽ പകരം നിങ്ങൾ മുളക് പൊടി എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കാശ്മീരി മുളക് പൊടി. അതിനുശേഷം ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം ചക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റോടത്തോളം ഈ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ ചക്ക ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്പി ചില്ലി ചക്ക റെഡിയായി. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ പ്രിയ കൂട്ടുകാരത്തിക്കും ഒത്തിരി നന്ദി. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോൾ സ്നാക്കായിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ചക്ക ഇനി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.